അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതീക്ഷിക്കാത്ത അട്ടിമറികളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതിൽ തന്നെ നിരവധി പേര് ഈ പറയുന്ന തരത്തിൽ UDF LDF ചായ്വുള്ളവർ പോലും BJPയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പലയിടത്തും മാറും. അത് ഏറ്റവും എടുത്തു പറയാനുള്ളത് ക്രൈസ്തവർക്കിടയിലും വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് BJPക്കുള്ളിലേക്ക് കാണപ്പെടുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് മാത്രമായിട്ട് 260ഓളം കുടുംബങ്ങൾ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ എറണാകുളം ഏരിയയിൽ 260ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ BJP അംഗത്വം എടുത്തിരിക്കുന്നു. അവർ BJPയിൽ ചേർന്നിരിക്കുന്നു. ഇടത് വലതുപക്ഷ ചായ്വുള്ളവരായിരുന്നു ഇവരൊക്കെ തന്നെയും. ഇവരാണ് ഇപ്പോൾ കൂട്ടമായിട്ട് ഇപ്പോൾ BJPയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എറണാകുളത്ത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ അതോടൊപ്പം തന്നെ ഒഴുക്കുകളൊക്കെ തന്നെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന മാറ്റം, ക്രൈസ്തവർക്കിടയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെയും വളരെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ തന്നെ LDFനെയും UDFനെയും ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എറണാകുളം പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് BJPയിലേക്ക് ഇത്രത്തോളം ഒരു ഒഴുക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും അതും ഒന്നും രണ്ടുമല്ല 260ഓളം കുടുംബങ്ങൾ ഒറ്റയടിക്ക് ഈ പറയുന്ന തരത്തിൽ BJPയിലേക്ക് ചേരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്ത് തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറുമോ അതോ ദോഷകരമായി മാറുമോ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമാണ്. ഇതൊക്കെ തന്നെ വോട്ടായി മാറുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും UDFനെയും അതോടൊപ്പം തന്നെ LDFനെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ക്രൈസ്തവ കുടുംബങ്ങൾ ഒറ്റയടിക്ക് BJPയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒട്ടും സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്.